നമസ്കാരം. ഷഹബാസിൻ്റെ കൊല വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, വേദനയോടെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിലാണ് അടുത്ത വാർത്ത വന്നിരിക്കുന്നത്. ഷഹബാസിൻ്റെ മരണത്തിന് കാരണക്കാരായ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ വരും ദിവസങ്ങളിൽ നടക്കുന്ന SSLC പരീക്ഷ എഴുതുവാനുള്ള അനുമതി കൊടുത്തുകൊണ്ടുള്ള ഉത്തരവ്. എത്രത്തോളം നിങ്ങൾ ഓരോരുത്തരും, ഇത് കേൾക്കുന്ന ഓരോരുത്തരും എത്രത്തോളം ഈ വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട്? കൊല നടത്തുന്ന സമയങ്ങളിൽ പരീക്ഷയെക്കുറിച്ചോ, പരീക്ഷ അടുത്തു വരുന്നു, പരീക്ഷയുടെ ഒരു ഭീതിയോ ഒന്നുമില്ലാതിരുന്ന ഈ കുട്ടികൾ തൻ്റെ കൂട്ടുകാരനെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ അടിച്ചും തല്ലിയും കുത്തിയും കൊലപ്പെടുത്തി, തലയോട്ടി അടിച്ചു തകർത്തു. അതിക്രൂരമായിട്ടുള്ള കൊലയ്ക്ക് ശേഷം ഉത്തരവ് വന്നിരിക്കുന്നതാണ്. SSLC എക്സാം എഴുതുന്നതിനുള്ള അനുമതി കൊടുത്തുകൊണ്ടുള്ള ഉത്തരവ്. എവിടെ പോയി നമ്മുടെ നീതി ബോധം? യാതൊരുവിധ പ്രകോപനപരമായിട്ടുള്ള അന്തരീക്ഷങ്ങളോ സ്വഭാവ ദൂഷ്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഈ കുട്ടിയുടെ നേരെ ദിവസങ്ങളായിട്ടുള്ള ആലോചനയ്ക്ക് ശേഷമാണ് കൊല നടത്തിയേക്കാം എന്നുള്ള തീരുമാനത്തിലെത്തുന്നത്. പരീക്ഷയെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നില്ല. പരീക്ഷയുടെ ആശങ്കകൾ ഒട്ടും ഉണ്ടായിരുന്നില്ല. എന്നിട്ടെന്തിന് ഈ കുട്ടികളെ SSLC എക്സാമിന് വേണ്ടിയിട്ട് അയക്കണം? എന്തിനിങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കണം? ക്രിമിനലുകളായി തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു 3 വർഷത്തേക്കോ അവരെ എല്ലാ പരീക്ഷകളിൽ നിന്നും മാറ്റി നിർത്തുന്ന രീതി വരണം. ക്രിമിനലുകളായിട്ട് ജീവിക്കാൻ തയ്യാറെടുക്കുന്ന കുട്ടികളെ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്ത് തന്നെ മുന്നോട്ട് പോകണം. ഇല്ല എങ്കിൽ വരും സമൂഹത്തിന് തന്നെ ഇതൊരു വഴി തെറ്റുന്ന രീതിയിലുള്ള സന്ദേശമാണ് കൊടുക്കുന്നത്. ഒരിക്കലും പരീക്ഷ എഴുതാൻ സമ്മതിക്കരുതായിരുന്നു എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. ആരും നശിച്ചു പോകാൻ ആഗ്രഹിച്ചിട്ടല്ല, ആരുടെയും നാശത്തിന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ കുട്ടിയുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദന അവർക്ക് മാത്രമാണ് വേദന. ആ വേദനയോടൊപ്പം ചേരാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പരീക്ഷയെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നെങ്കിൽ പരീക്ഷ എഴുതി വിജയിച്ച് മുമ്പോട്ട് നല്ലൊരു ജീവിതം ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്ന കുട്ടികളായിരുന്നെങ്കിൽ ഒരിക്കലും കൊലപാതകങ്ങൾക്ക് കൂട്ടുനിൽക്കുകയില്ല. കൊല ചെയ്യാനുള്ള ഉൾപ്രേരണ ഉണ്ടാവുകയില്ല. ആലോചനയ്ക്കിടയിലും തിരിച്ചൊരു ചിന്ത വരും. യാതൊരുവിധ ചിന്തകളും ഇല്ലാതെ നടത്തിയ ഈയൊരു കൊലപാതകത്തിന് കൂട്ടുനിന്ന കുട്ടികളെ SSLC എക്സാം എഴുതുന്നതിൽ നിന്നും വിലക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. പരീക്ഷ എഴുതുന്നതിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തിയാൽ അത് നല്ലൊരു സന്ദേശമായിരിക്കുമെന്നാണ് തോന്നുന്നത്. ദിവസങ്ങൾ കഴിയുന്തോറും ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് പേടിയില്ല. എന്ത് ചെയ്താലും കിട്ടുന്നത് തക്കതായ ശിക്ഷയല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് കുറ്റം ചെയ്യുന്നു, നാളെ സുഖമായിട്ട് ഇറങ്ങിപ്പോരുന്നു എന്നുള്ള ചിന്തയ്ക്കപ്പുറം ഈ കുട്ടികളിൽ തന്നെ ഈ കൊല നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ഈ കൊലപാതകത്തിൽ പങ്കെടുത്ത കുട്ടികൾ തന്നെ സംസാരിക്കുന്നുണ്ട്. അവർ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: കൂട്ടമായിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തിയാൽ അതൊരു ശിക്ഷയല്ല. കൂട്ടമായിട്ട് ആക്രമിക്കുന്നതിനിടയിൽ അത് ആരൊക്കെയാണ് ആക്രമിക്കുന്നതെന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ അതൊരു കുറ്റമായിട്ട് പരിഗണിക്കുകയില്ല. ആരൊക്കെയാണ് കൊല ചെയ്യുന്നതെന്ന് അറിയുകയുമില്ല. അതൊരു ശിക്ഷാവിധിയിലേക്ക് പോവില്ല എന്നൊരു ചിന്തയാണ് ആ കുട്ടികളുടെ ഉള്ളിലുള്ളത്. എന്നാൽ അതിനൊരു മാറ്റം വരണം. കൊല ചെയ്താൽ തിരിച്ച് ലഭിക്കുന്ന ശിക്ഷ അതിനോടടുത്ത് തന്നെ
ഭീകരമായിരിക്കും എന്നുള്ളൊരു ചിന്ത കുട്ടികളുടെ ഉള്ളിൽ ചെറുപ്പം തൊട്ട് ഓരോ ശിക്ഷകളിലൂടെ കണ്ടു വളരണം. ഇന്ന് കുട്ടികളെ ശിക്ഷിക്കാനുള്ള അവകാശങ്ങൾ മാതാപിതാക്കൾക്കുമില്ല, അധ്യാപകർക്കുമില്ല, സമൂഹത്തിനുമില്ല. ഇതാണ് ഈ കുട്ടികളെ ഈ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നത്. ചിന്തിക്കേണ്ട വിഷയം തന്നെയായിരുന്നു. നാളെ മുതൽ SSLC എക്സാം തുടങ്ങുകയാണ്. ഈ കുട്ടിയുടെ കുടുംബം വേദനിക്കുന്ന, ഈ മോൻ്റെ മരണത്തിൽ വേദനിച്ചിരിക്കുന്ന ആ വീട്ടുകാർക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം ലഭിക്കണമെങ്കിൽ ഇതിന് കാരണക്കാരായ കുട്ടികളെ ഒരു കാരണവശാലും പരീക്ഷ എഴുതാൻ സമ്മതിക്കരുത്. മാറ്റി നിർത്തപ്പെടണം. അവർ മാറ്റി നിർത്തപ്പെടുക തന്നെ ചെയ്യണം. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും പ്രതികരിക്കാം. ഇങ്ങനെയുള്ള മാറ്റി നിർത്തലുകളിലൂടെയാണ് ചിലപ്പോൾ മനുഷ്യൻ്റെ അല്ലെ കുട്ടികളുടെ ഉള്ളിലെ മാറ്റങ്ങൾ തുടങ്ങുക. കുട്ടികളെ ശരിയായ രീതിയിൽ, ശരിയായ മാർഗങ്ങളിലൂടെ കൊണ്ടുവരണമെങ്കിൽ ഇതുപോലെയുള്ള തക്ക സമയത്ത് തക്കതായ ശിക്ഷാ നടപടികൾ തന്നെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കുക.